Hi everyone, welcome to channel Swasta Foods. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് രീതിയിലുള്ള ഗോതമ്പ് ദോശയാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ദോശ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് സിമ്പിൾ ആയിട്ടുള്ള അട്ട ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ ഉണ്ടാക്കാം. മിക്സ് ചെയ്യാം. കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. ഇപ്പം ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒട്ടും തന്നെ കട്ട പിടിച്ചിട്ടില്ല. ഗ്യാസിലൊരു പാൻ വെക്കുക. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി തിരിച്ചിടാം. നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് പ്ലേറ്റിലോട്ട് എടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് അരിപ്പൊടിയാണ്. പിന്നെ ഒരു ചെറിയ സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 1 ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞത്, പിന്നെ നല്ലതായിട്ട് അരിഞ്ഞ കുറച്ച് മല്ലിയില. ഇനി ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. മിക്സ് ചെയ്യുക. ഇനി വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുള്ള ഗോതമ്പ് ദോശയുടെ മാവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി തിരിച്ചിടാം. ഇനി ഇതെടുക്കാം. ഇനി അടുത്ത് അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കണം. തവ ഒത്തിരി ചൂടായി പോയി കഴിഞ്ഞാൽ നല്ലോണം പരന്ന് വരത്തില്ല. ഇനി പ്ലേറ്റിലോട്ട് എടുക്കാം. ഇപ്പോൾ ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണിത്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ 2 ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ ഈ സിമ്പിൾ ദോശ ഉണ്ടാക്കി നോക്കുക. ടൈം ഉള്ളപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് ഈ ദോശ ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കും ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക്